ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പിൽ 2 മലയാളികളെ ED അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സെയ്ദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ് എന്നിവരാണ് പിടിയിലായത്. തട്ടിപ്പ് സംഘത്തിന് ഇവർ 500ഓളം ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഓൺലൈൻ ലോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് 2 മലയാളികളെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ് സെയ്ദ് മുഹമ്മദ്, മറ്റൊരാൾ ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ്. ഇവരിൽ നിന്ന് 500ഓളം ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെടുത്തിരിക്കുന്നു. രേഷ്മ ബാബു. വിനോദ്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സെയ്ദ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള TG വർഗീസ് എന്നിവരാണ് ഈ ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പിൽ പിടികൂടിയിട്ടുള്ളത്. ഈട് നിലവിൽ ഇവരെ കൊച്ചിയിലെ PMLA കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 2 പ്രതികളെയും എന്തായാലും കസ്റ്റഡിയിലടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. പ്രധാനമായിട്ടും നേരത്തെ തന്നെ ഈ കേസിൽ, അതായത് ED രജിസ്റ്റർ ചെയ്ത ECIR-ന്മേൽ 4 പ്രതികളെ പിടികൂടിയിരുന്നു. അതായത് തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായിട്ടുള്ള 4 പേരെയായിരുന്നു നേരത്തെ പിടികൂടിയത്. നിലവിൽ പിടികൂടിയിട്ടുള്ളത് 2 മലയാളികളെയാണ്. കോഴിക്കോടും ഫോർട്ട് കൊച്ചി സ്വദേശികളുമാണ് ഇവർ. 500ഓളം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ഈ തട്ടിപ്പ് പണം കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് EDയുടെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ഈ തട്ടിപ്പ് സംഘത്തിന്, അതായത് ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള തട്ടിപ്പ് സംഘത്തിന് ഈ പറയുന്ന 2 പേരും, ഈ മലയാളികളായിട്ടുള്ള ഈ 2 പേരും 500 ബാങ്ക് അക്കൗണ്ടുകളാണ് നൽകിയത്. ഇതുവഴിയാണ് വിദേശത്തേക്കടക്കം ഈ തട്ടിയെടുത്ത പണം കടത്തിയതെന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതായത് സാധാരണക്കാരായിട്ടുള്ള തീരദേശ മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തരപ്പെടുത്തി അത് പിന്നീട് തട്ടിപ്പ് സംഘത്തിന് തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് നൽകുകയായിരുന്നു രീതി. എന്തായാലും ആദ്യഘട്ടത്തിൽ ചെറിയ തുകകളാണ് ഈ ഓൺലൈൻ ലോൺ ആപ്പ് വഴി നൽകിയിരുന്നത്. പിന്നീട് അത് വൻ തുകകൾ നൽകി, പിന്നീട് കൂടുതൽ, അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഇരകളാക്കപ്പെടുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വൻ തുക കൈക്കലാക്കുകയായിരുന്നു ഇവരുടെ രീതി. അത് പിന്നീട് US, സിംഗപ്പൂർ, അതോടൊപ്പം തന്നെ ചൈന തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും ഈ തട്ടിപ്പ് പണം കടത്തുകയും ചെയ്തു. 2023 കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് ആരംഭിച്ചത്. ഇവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 2 മലയാളികളും സെയ്ദ് മുഹമ്മദും അതോടൊപ്പം തന്നെ TG വർഗീസും ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകൾ തരപ്പെടുത്തിക്കൊണ്ട്, കാരണം ഈ യഥാർത്ഥ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നതെന്നോ അതിൻ്റെ കൈമാറ്റ രീതികളോ മറ്റ് ക്രയവിക്രയങ്ങളോ അത് സംബന്ധിച്ചുള്ള ധാരണ ഒന്നും തന്നെയില്ല. അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അക്കൗണ്ടുകൾ തരപ്പെടുത്തിക്കൊണ്ട് ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് അവ ഉപയോഗിച്ചിരിക്കുന്നത്. 1650 കോടിയുടെ തട്ടിപ്പാണ് ഈ ഓൺലൈൻ ലോൺ ആപ്പ് വഴി സംഘം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ 2 ഇപ്പോൾ നിലവിൽ പിടികൂടിയിട്ടുള്ള 2 പേരെയും നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ PMLA കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കും റിമാൻഡിലേക്കോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം ഒരു പക്ഷേ ED കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും. എന്തായാലും തുടർ ചോദ്യം ചെയ്യലുകളിലും തെളിവുകളിലും മാത്രമായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോകുക. നേരത്തെ തന്നെ ED ആദ്യഘട്ടത്തിൽ തമിഴ്നാട് സ്വദേശികളെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ED വ്യക്തമാക്കിയത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും രാജ്യാന്തര തലത്തിൽ തന്നെ നിരവധി കണ്ണികളുണ്ട്. വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ 2 മലയാളികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ED പിടികൂടിയിട്ടുള്ളത്. അവരെ PMLA കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ, അതായത് ഇരകളാക്കപ്പെടുന്നവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തും ഭീഷണിപ്പെടുത്തിയുമാണ് വൻ തുകകൾ കൈക്കലാക്കിയിരുന്നത്. അത് വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിസാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകൾ അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പോലും ഈ പറയുന്ന അക്കൗണ്ട് ഉടമകൾക്കറിയില്ല. അതാണ് ഈ 500ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് തട്ടിപ്പ് സംഘത്തിന് കൈമാറിയവരാണ് നിലവിൽ പിടികൂടിപ്പെട്ടിട്ടുള്ളത്. വിനോദ്, ആപ്പ് തട്ടിപ്പിലാണ് 2 മലയാളികളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരാൾ കോഴിക്കോട് സ്വദേശിയും മറ്റൊരാൾ കൊച്ചി സ്വദേശിയുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.